Welcome dear students, today we are going to learn a new topic. In this slide you see three pictures. The first one is that of Anna O, which was a pseudonym of a woman named Bertha, and she was a patient of a physician named Joseph Brewer. And ഈ ലേഡി ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഷീ ഹാഡ് സിവിയർ മെൻറ്റൽ പ്രോബ്ലം വിച്ച് വാസ് നോൺ ആസ് ഹിസ്റ്റീരിയ ആൻഡ് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് talking about her problems helped her relieve her symptoms. ആ ലേഡിക്ക് സംസാരത്തിലൂടെ തൻ്റെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നതിലൂടെ ആ പ്രോബ്ലംസ് കുറേയൊക്കെ സോൾവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സിംറ്റംസ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതായിട്ട് കണ്ടെത്തി. അപ്പം ഈ ഒരു കേസ് സ്റ്റഡിയിലൂടെ ഒരു ആൾക്ക് മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് ടോക്ക് തെറാപ്പി എന്നൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യാം എന്നുള്ളൊരു തിയറി ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ ആ ഒരു ടോക്ക് തെറാപ്പി ഡെവലപ്പ് ചെയ്യപ്പെട്ടത് ഈ ഒരു കേസിൽ നിന്നായിരുന്നു. സോ ദ സെക്കൻഡ് വൺ ഇസ് ഫീനിയസ് ഗേഗ്, ഹു വാസ് എ റെയിൽ റോഡ് എംപ്ലോയി ആൻഡ് he experienced a severe accident with a explosion that sent a metal rod through his skull. അപ്പം ഇദ്ദേഹത്തിന് ഒരു വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടൊരു മെറ്റൽ റോഡ് അദ്ദേഹത്തിൻ്റെ സ്കള്ളിലൂടെ പിയേഴ്സ് ചെയ്ത് പോയി. പക്ഷേ അദ്ദേഹം മരിച്ചില്ല. പക്ഷേ ഈ സ്കള്ളിലൂടെ ഈ റോഡ് പിയേഴ്സ് ചെയ്ത് പോയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൻ്റെ ചില പോർഷൻസ് ഡാമേജ്ഡ് ആയി. സോ ഇറ്റ് കോസ് ഡാമേജ് ടു ഹിസ് ബ്രെയിൻ. ആൻഡ് ഈ ബ്രെയിൻ ഡാമേജ് ഉണ്ടായ ഈ വ്യക്തിയെ ആളുകൾ സ്റ്റഡി ചെയ്യുകയും അദ്ദേഹം ആക്സിഡൻറ്റിൽ നിന്ന് റിക്കവർ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിലുണ്ടായ മാറ്റങ്ങൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയിലും ബിഹേവിയറിലും ഉണ്ടായ മാറ്റങ്ങൾ എന്താണെന്നൊക്കെ സ്റ്റഡി ചെയ്തു. അപ്പം ബ്രെയിൻ ഡാമേജ് എന്തൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ പാർട്സ് ഡാമേജ്ഡ് ആകുമ്പോൾ എന്തൊക്കെ എഫക്ട്സ് ഉണ്ടാകുന്നതെന്ന് സ്റ്റഡി ചെയ്യപ്പെട്ടു. Next one is a young girl known as Jeannie, and she was subjected to horrific abuse and isolation. And ഈ കുട്ടിയെ ശരിക്കും വളരെ ഐസൊലേറ്റഡ് ആയിട്ട് സൊസൈറ്റിയായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാതെ അടച്ചുപൂട്ടി ആൻഡ് ഒരുപാട് ടെറർ അല്ലെങ്കിൽ ഒരുപാട് ഫിസിക്കലായിട്ടുള്ള അബ്യൂസ് കിട്ടുന്ന രീതിയിൽ ഐസൊലേറ്റഡ് ആയിട്ട് വളർത്തിയൊരു കുട്ടിയായിരുന്നു. ആൻഡ് ഈ കുട്ടിയെ പിന്നീട് ആളുകൾ കണ്ടെത്തി ആ ഡെവലപ്മെൻ്റൽ സ്റ്റേജസിലൊന്നും കിട്ടേണ്ട പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു എക്സ്പോഷർ കിട്ടാത്തത് കൊണ്ട് തന്നെ ആളുകൾ കണ്ടെത്തിയപ്പോഴത്തേക്കും ആ കുട്ടിക്ക് ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. സോ റിസർച്ചേഴ്സ് were able to study whether the language can be taught to the child after the developmental stage. മിസ്സായി പോയ ആ ഡെവലപ്മെൻ്റൽ സ്റ്റേജിന് ശേഷം വീണ്ടും ഈ കുട്ടിക്ക് ലാംഗ്വേജ് പഠിപ്പിച്ചെടുക്കാൻ പറ്റുമോ എന്ന് റിസർച്ചേഴ്സ് സ്റ്റഡി ചെയ്തു. അപ്പം കുറേ ഈ കുട്ടിയെ കണ്ടെത്തിയപ്പോഴത്തേക്ക് ഒരുപാട് സയൻറ്റിഫിക് റിസർച്ചേഴ്സ് ആ കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് വരികയും ആ കുട്ടിയെ സ്റ്റഡി ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമിക്കുകയും ചെയ്തു. അപ്പം ആദ്യം ഇത് കുറേ നല്ല പ്രവൃത്തിയായിരുന്നെങ്കിലും പിന്നീടത് ആ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെ ആ കുട്ടിക്ക് പിന്നീട് അബ്യൂസായിട്ട് അല്ലെങ്കിൽ ഒരു വൾണറബിൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് മാറി എന്നുള്ളതാണ്. സോ ദീസ് ആർ 3 ഡിഫറെൻറ്റ് കേസസ് ദാറ്റ് ആർ പ്രസൻറ്റഡ് ബിഫോർ യു. അപ്പം ഇവിടെ എല്ലാം നമ്മളൊരു പർട്ടിക്കുലർ പേഴ്സൺ എടുത്ത് സ്പെസിഫിക് ആയിട്ടൊരു പ്രോബ്ലം സ്റ്റഡി ചെയ്ത് അതിൻ്റെ ബേസിസിൽ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തുക അല്ലെങ്കിൽ അതിൻ്റെ ബേസിസിൽ നമ്മൾ കുറേ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന കേസാണ് ഞാൻ പറഞ്ഞത്. So this is also another method which is used in psychology as well as social science research, which is known as case study. So today we are going to learn about case study. So what is case study? A case study is an in-depth study of one person, group or event. In a case study നമ്മൾ എന്തായിരിക്കും, ഒരു പർട്ടിക്കുലർ പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓർ ഒരു ഇവൻറ്റ് ഇതിനെക്കുറിച്ച് നമ്മൾ
ഇൻഡെപ്തായിട്ട് സ്റ്റഡി ചെയ്യുന്നത്. ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമായിരിക്കും നമ്മൾ ആ കേസ് സ്റ്റഡിയിൽ സ്റ്റഡി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റഡി വളരെ ഡീപ്പായിട്ട് ആ കേസിൻ്റെ എല്ലാ ആസ്പെക്ട്സും സ്റ്റഡി ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത് സ്റ്റഡി ചെയ്യുന്നൊരു രീതിയിലായിരിക്കും നമ്മൾ കേസ് സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. It studies every aspect of the subject's life and history. അതായത് നമ്മൾ ചൂസ് ചെയ്യുന്ന ആ കേസിൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ആസ്പെക്റ്റും നമ്മൾ സ്റ്റഡി ചെയ്യുകയും അതിനെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കോസസ് ഓഫ് ബിഹേവിയർ ഒക്കെ കണ്ടെത്താനായിട്ട് ശ്രമിക്കും. നേരത്തെ പറഞ്ഞ കേസസിൽ തന്നെ ആ ഒരു മെറ്റൽ റോഡ് പിയേഴ്സ് ചെയ്ത് ബ്രെയിനിൽ പിയേഴ്സ് ചെയ്ത ആ വ്യക്തി അയാളുടെ ആ ഒരു ബ്രെയിനിൻ്റെ കണ്ടീഷൻ ഉണ്ടായപ്പോൾ അയാളുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്നുള്ളത് സ്റ്റഡി ചെയ്തു. അപ്പം ഡീപ്പായിട്ട് നമ്മൾ ആ ഒരു പേഴ്സണിനെ സ്റ്റഡി ചെയ്യുന്നൊരു പ്രോസസ്സാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇങ്ങനൊരു ഡീപ്പ് അനാലിസിസ് നടത്തണമെങ്കിൽ യു ഹാവ് ടു കളക്ട് ഡേറ്റ ഫ്രം വേരിയസ് സോഴ്സസ് യൂസിങ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ്. നമ്മൾ ഡേറ്റ പല സോഴ്സസിൽ നിന്ന് പല മെത്തേഡ്സും പല ടെക്നിക്സും ഉപയോഗിച്ച് കണ്ടെത്തേണ്ടി വരും. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ കുറിച്ചാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ പാരൻസ്, പിയർ ഗ്രൂപ്പ്, ടീച്ചേഴ്സ്, അങ്ങനെയുള്ള മറ്റ് കമ്മ്യൂണിറ്റിയിലുള്ള മറ്റ് പേഴ്സൺസ്, നെയ്ബേഴ്സ്, എല്ലാ വ്യക്തികളിൽ നിന്നും നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ഷുഡ് ബി യൂസ്ഡ് എന്നുള്ളത്. ഡിഫറെൻറ്റ് ടെക്നിക്സ് യൂസ് ചെയ്യാം. ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ, ക്വസ്റ്റ്യനർ, ഇങ്ങനെ പല മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാം. ഇങ്ങനെ ഡേറ്റ കളക്ട് ചെയ്ത് നമ്മൾ ആ പാറ്റേൺസും കോസസ് ഓഫ് ബിഹേവിയർ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ആൻഡ് ദ ഇൻഫർമേഷൻ ഇസ് മെയിൻലി ബയോഗ്രഫിക്കലാണ്. അതായത് ഓരോ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഓരോ ഏജിൽ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് അനുസരിച്ച് ഓരോ പ്രായത്തിൽ കുട്ടിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ആ ചേഞ്ചസ് എങ്ങനെയാണ് ഒക്കർ ചെയ്തതെന്നുള്ളത് രീതിയിലായിരിക്കും നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ആൻഡ് വി ട്രൈ ടു റിലേറ്റ് ടു ദ ഇവൻറ്റ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് പാസ്റ്റ്. അതായത് ഒരു റെട്രോസ്പെക്റ്റീവ് ആസ്പെക്റ്റിൽ നമ്മൾ സ്റ്റഡി ചെയ്യുക എന്നുള്ളത്, പാസ്റ്റ് ഇവൻറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കറണ്ട് ഒക്കറിങ് ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസിനും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടെ ഒക്കർ ചെയ്യുന്ന സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ്സും നമ്മൾ സ്റ്റഡി ചെയ്യാറുണ്ട്. ആൻഡ് കേസ് സ്റ്റഡി നോക്കുവാണെങ്കിൽ ആദ്യം പറഞ്ഞ 3 കേസസ് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം മെയിൻലി അത് ഒറിജിനേറ്റ് ചെയ്തത് ക്ലിനിക്കൽ മെഡിക്കൽ റിസർച്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് കേസ് സ്റ്റഡി ഒക്കർ ചെയ്തത്, അല്ലെങ്കിൽ കേസ് സ്റ്റഡി എന്നുള്ളൊരു മെത്തേഡ് ഡെവലപ്പ് ചെയ്ത് പേഷ്യൻസിൻ്റെ പേഴ്സണൽ ഹിസ്റ്ററി സ്റ്റഡി ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ റിലേറ്റ് ചെയ്തിട്ടാണ് കേസ് സ്റ്റഡി റിസർച്ച് മെത്തേഡ് നമ്മൾ ഒറിജിനേറ്റ് ചെയ്തതെന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ദി അഡ്വാൻറ്റേജസ് ഓഫ് കേസ് സ്റ്റഡി മെത്തേഡ്. ഫസ്റ്റ്, it allows researchers to investigate things that are often difficult to or impossible to replicate in a lab. നമുക്ക് എക്സ്പെരിമെൻ്റൽ സ്റ്റഡിയിൽ നമ്മൾ ലാബ് ബേസ്ഡ് ആയിട്ട് എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നത് പറഞ്ഞു. അപ്പം നമുക്ക് ലാബിൽ അങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ലാബിൽ നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും എന്താ കേസ് സ്റ്റഡി മെത്തേഡിലൂടെ നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ ആ കേസസ് എടുക്കുമ്പോൾ തന്നെ അതൊരിക്കലും നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് അങ്ങനത്തെ സാഹചര്യങ്ങൾ ലാബിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നാച്ചുറലായിട്ട് അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒക്കർ ചെയ്തതിൻ്റെ ബേസിസിലാണ് ആ കേസസ് സ്റ്റഡി ചെയ്യപ്പെട്ടത്. സോ ദാറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് റിസർച്ച് that gives you result which cannot be studied using any other method എന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡ്, it allows researchers to collect a great deal of information. ഇൻഡെപ്ത് സ്റ്റഡി ആയതുകൊണ്ട് ഒരുപാട് ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുന്നു. ഒരുപാട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതനുസരിച്ച് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും അതിൽ നിന്ന് ഒരുപാട് റിസൾട്ട്സ് അറൈവ് ചെയ്യാനായിട്ട് സാധിക്കും. only thing you cannot generalize your result എന്നുള്ളതാണ്. gives researchers the chance to collect information on rare or unusual cases. ഇപ്പോൾ ആ പറഞ്ഞ എക്സാമ്പിൾസ് എല്ലാം എടുക്കുമ്പോൾ തന്നെ ഇറ്റ്സ് വെരി റെയർ ആൻഡ് അൺയൂഷ്വൽ കേസസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള അൺയൂഷ്വൽ കേസസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനുള്ളൊരു മെത്തേഡായിട്ട് കേസ് സ്റ്റഡി നമുക്ക് യൂസ് ചെയ്യാം. മറ്റൊരു മെത്തേഡും അവിടെ ഉപയോഗിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത്. പെർമിറ്റ്സ് റിസർച്ചേഴ്സ് ടു ഡെവലപ്പ് ഹൈപ്പോത്തസിസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്ലോർഡ് ഇൻ എക്സ്പെരിമെൻ്റൽ റിസർച്ച്. ആദ്യം പറഞ്ഞ എക്സാമ്പിളിൽ ആ ടോക്ക് തെറാപ്പി എന്നൊരു കൺസെപ്റ്റ് അവിടെ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ടോക്ക് തെറാപ്പി
മെൻ്റൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നൊരു കണ്ടീഷനാണ് അല്ലെങ്കിൽ എന്നൊരു ഫാക്റ്റാണ് ആ ഒരു കേസ് സ്റ്റഡിയിലൂടെ ഉണ്ടായത്. അപ്പോൾ ആ ഒരു ഫാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഹൈപ്പോത്തിസിസ് നമുക്ക് പിന്നീട് എന്ത് ചെയ്യാം, എക്സ്പെറിമെൻ്റൽ റിസർച്ചിലൂടെ അത് ശരിയാണോ ഇല്ലയെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് കേസ് സ്റ്റഡീസ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഇസ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് കേസ് സ്റ്റഡി മെത്തേഡ്. ഡിസഡ്വാൻറ്റേജസ് എടുക്കുമ്പോഴത്തേക്കും ആദ്യമായി പറഞ്ഞു, നമ്മളൊരു പർട്ടിക്കുലർ കേസ് എടുത്ത് സ്റ്റഡി ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ റിസൾട്ട് ഒരിക്കലും ജനറലൈസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ ഇറ്റ് കനോട്ട് ബി ജനറലൈസ് ടു എ ലാർജർ പോപ്പുലേഷൻ എന്നുള്ളതാണ്. ഒരു കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് അതുകൊണ്ട് തന്നെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനും പറ്റില്ല. ഒരു പർട്ടിക്കുലർ പേഴ്സണിൽ നടക്കുന്ന ഒരു കാര്യമാണ്, ജനറൽ ആയിട്ടുള്ളൊരു കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് പറയാനായിട്ട് സാധിക്കത്തില്ല. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് സയൻറ്റിഫിക്കലി റിഗ്രസ് ആയിട്ട് എക്സ്പെറിമെൻ്റൽ മെത്തേഡ് ചെയ്യുന്ന പോലെയൊന്നും കേസ് സ്റ്റഡി നമ്മൾ നടത്തുന്നില്ല. ആൻഡ് ഇറ്റ് ക്യാൻ ലീഡ് ടു ബയാസ്. നമ്മളൊരു പേഴ്സണിനെ പർട്ടിക്കുലറായിട്ട് സ്റ്റഡി ചെയ്യുമ്പോഴത്തേക്ക് ആ റിസർച്ചർ ഒരുപാട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആ ഒരു കേസുമായിട്ട് ഒരുപാട് ഇൻവോൾവ് ആകും. മ്യൂച്വൽ ആയിട്ടുള്ളൊരു ഇൻട്രാക്ഷൻസ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ ബയാസ് അവിടെ കടന്നു വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ആൻഡ് ഇൻഡെപ്ത് സ്റ്റഡി എപ്പോഴും എക്സ്പെൻസീവ് ആയിരിക്കും, ടൈം കൺസ്യൂമിങ്ങും ആയിരിക്കും. Last disadvantage is that the volume of data may be difficult to analyze and apply to a large population. നമ്മൾ കേസ് സ്റ്റഡിയിൽ ഒരു ഇൻഡെപ്ത് സ്റ്റഡിയിൽ ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ വേറിയസ് സോഴ്സസിൽ നിന്ന് വേറിയസ് ടെക്നിക്ക് യൂസ് ചെയ്ത് കളക്ട് ചെയ്യും. അപ്പം ഈ കളക്ട് ചെയ്യുന്ന ഡേറ്റയെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും, ആ വോളിയൂം ഓഫ് ഡേറ്റ ലാർജ് ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ലാർജർ പോപ്പുലേഷനിലോട്ട് ഇത് അപ്ലൈ ചെയ്യാനും ഡിഫിക്കൽട്ടായിരിക്കും. So these are the disadvantages of case study method.